യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടികൾ വൈകിപ്പിച്ചതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ പള്ളിത്തർക്കം അത് പരിഹരിക്കുന്നതിൽ സർക്കാർ നടത്തുന്ന ഒരു അലംഭാവം അത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പല വേളകളിലും അതിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോൾ ഈ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടല്ലോ. ആ സാഹചര്യം എന്തായിരുന്നു? ലക്ഷ്മി, ഈ പള്ളിത്തർക്ക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജികളിന്മേലാണ് സർക്കാർ നിലവിൽ ഹൈക്കോടതി മുൻപാകെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ഉടനടി തന്നെ ഈ യാക്കോബായ വിഭാഗത്തിൽ നിന്നും പള്ളികൾ ഏറ്റെടുത്തുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ ചില വൈകലുകൾ ഉണ്ടായതിന് കാരണം എന്ന് പറയുന്നത് ക്രമസമാധാന പ്രശ്നം നിലനിന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പലപ്പോഴും വിശ്വാസികൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ ആത്മഹത്യാ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ബലപ്രയോഗത്തിലൂടെ ഈ വിധി നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൗഹാർദ്ദപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയത്. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം, അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ ഈ പള്ളികൾ കൈമാറണമെന്ന ഉത്തരവ് നടപ്പിലാക്കും. അത് വേഗത്തിൽ, അതായത് വരും ദിവസങ്ങളിൽ ഈ വിധി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവേ വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സർക്കാർ നടത്തുന്ന നടപടികൾ അത് വെറും പ്രഹസനമാണെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിലപാട്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളും ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ വിധി നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.